ഓക്കെ. നമ്മളിനി അടുത്ത ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയാണ് ഒറിഫീസ് മീറ്ററിലെ ഡെറിവേഷൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമുക്കറിയാം ഒറിഫീസ് പ്ലേറ്റ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒറിഫീസ് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു. സോ നമ്മുടെ പൈപ്പിനുള്ളിലുള്ള ഫ്ലോയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? താണ്ടി പോയിന്റർ നോക്കുക, ഒറിഫീസ് പ്ലേറ്റ് നമ്മളവിടെ വെക്കുന്നു. അപ്പം ആ ഒരു ഷേപ്പ് കാണും, അകത്തൊരു ചെറിയൊരു ഹോൾ ഉണ്ട്. ആ ഒരു ഷേപ്പ് കാണും. നമുക്ക് ഫ്ലോയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഒരു പോർഷനിൽ 1 എന്ന് കാണിച്ചിരിക്കുന്ന പോർഷനിലെ അതിന്റെ കണ്ടീഷൻസ് ആണ്. അത് അപ്സ്ട്രീം കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഇൻലെറ്റ് കണ്ടീഷൻ ആണ്. 2 എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി മാക്സിമം ആകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ ഏറ്റവും കുറവായിട്ട് കിട്ടുന്ന ഒരു പോർഷനാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയ നമുക്ക് അറിയത്തില്ല. അതായത് ഫ്ലോയുടെ ഇടയ്ക്ക് ഒറിഫീസിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറിഫീസ് പ്ലേറ്റിലെ ചെറിയ ഹോളിന്റെ ഡയമീറ്റർ എത്ര ആണെന്ന് നമുക്ക് മെഷർ ചെയ്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒറിഫീസ് മീറ്റർ നമുക്ക് ഇവിടെ കൊണ്ട് വെക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു വെലോസിറ്റി ഉണ്ടാവുന്ന ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വീന കോൺട്രാക്ട് എന്ന് പറയും. ആ വീന കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ 2 എന്ന് പറയുന്ന പോർഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി നമുക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കുറഞ്ഞ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ നമുക്ക് എത്രയാണ് ഏരിയ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്ത് ഈ ഡെറിവേഷനകത്ത് അത് സെപ്പറേറ്റ് നമുക്ക് പറയുന്നുണ്ട്. സോ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂട്യൂബ് മാനോമീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു ഒറിഫീസ് മീറ്റർ അവിടെ വെച്ചതുകൊണ്ട് എത്രയാണ് പ്രഷർ ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് റൈസിലൂടെ, ഇതാണ് നമ്മുടെ ഇക്വേഷനിലൊക്കെ കിട്ടുന്ന എക്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ. അപ്പൊ ഇത് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ P2 V2 A2 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് വാല്യൂസ് അറ്റ് സെക്ഷൻ 2 ആണ്. ഈ 2വിലെ പ്രഷർ, വെലോസിറ്റി, ഏരിയ ആണ് P2 V2 A2 എന്ന് പറഞ്ഞിരിക്കുന്നത്. P1 V1 A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അറ്റ് ഇൻലെറ്റ് 1, വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് 1, അതുപോലെ തന്നെ ഏരിയ അറ്റ് ഇൻലെറ്റ് 1. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താണ്, ഇതെല്ലാം ബെർണോളിസ് തിയറം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്. സോ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കൊണ്ടുവരാം. സോ ഇതാണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നിന്നിട്ട് നമുക്ക് ഇത് മൂന്നും എന്താണ്? എനർജിയുടെ സം ആണ്, അല്ലെ? അപ്പം P1 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ P1 ഡിവൈഡ് ബൈ റോ ജി P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് വെച്ചാൽ പ്രഷർ എനർജീസ് ആണ്. V സ്ക്വയർ ഡിവൈഡ് ബൈ 2G മീൻസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G V2 സ്ക്വയർ ബൈ 2G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ കൈനറ്റിക് എനർജീസ് ആണ്. Z1 Z2 എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഡെറിവേഷനിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ദാണ്ടെ ഇവിടെ എന്താണ് ഈ രണ്ട് ഇതില് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2Gനെ, അല്ലെങ്കിൽ V സ്ക്വയർ ഡിവൈഡ് ബൈ 2Gനെ, കൈനറ്റിക് എനർജിനെ നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള രണ്ട് ടേമിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് എന്താണ്? P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് Z2 ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G മൈനസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിൽ Z1ഉം Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് നേരെയുള്ള ഒരു, നേരെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക, ഇങ്ങനെ ചരിഞ്ഞൊന്നും ഇരിക്കാതെ നേരെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു ഡേറ്റം സർഫ് അല്ലെങ്കിൽ റഫറൻസ് ലൈനിൽ നിന്നിട്ടുമുള്ള ഹൈറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ പൈപ്പ് ഇരിക്കുന്നത് നമുക്ക് നേരെയാണ് ഇരിക്കുന്നത്. അപ്പം ഒരു റഫറൻസ് ലൈൻ എടുക്കുകയാണെങ്കിൽ ആ റഫറൻസ് ലൈനിൽ നിന്നുള്ള 1ലെ ഹൈറ്റും 2വിലോട്ടുള്ള ഹൈറ്റും എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സെയിം ആണ്. ഇപ്പം ഈ എഴുതിയിരിക്കുന്ന ഈ പോർഷൻ ആണ് നമ്മുടെ റഫറൻസ് ലൈൻ ആയിട്ട് എടുക്കുക. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റും ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റും സെയിം ആവാനുള്ള കാരണം പൈപ്പ് നേരെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഈ പൈപ്പ് ഒരു ഇൻവെർട്ടർ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, മീൻസ് നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇരിക്കുക എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പൊ Z1ഉം Z2ഉം വേരി ചെയ്യും. പക്ഷെ നമ്മൾ പൈപ്പ് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിനും ഹൊറിസോണ്ടൽ പൈപ്പ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Z1ഉം Z2ഉം നമുക്ക് എന്താണ്? ഈക്വൽ ആയിട്ട് തന്നെ എടുക്കുക. അപ്പം Z1 Z2 രണ്ട് സൈഡിലായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് പോകും. സോ നമ്മൾ P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് Z2 എന്ന് പറയുന്ന കംപ്ലീറ്റ് ടേമിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഹെഡ് H എന്ന് പറയുന്നത്. ഇനി പൈപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ Z1 Z2ഉം ഈക്വൽ ആയതുകൊണ്ട് അത് മൈനസ് ചെയ്തു പോകും. നമുക്ക് P1 ഡിവൈഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി മാത്രമേ നമുക്ക് വരത്തുള്ളൂ. നമുക്ക് ഡിഫറൻഷ്യൽ ഹെഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇത്രയും ടേമിനെ നമ്മൾ H എന്ന് പറഞ്ഞു കൊടുത്തു. സോ ബാക്കി ഈ ഇക്വേഷനകത്ത് നിന്ന് H ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കും?
ഇപ്പുറത്ത് മുകളിൽ കിടക്കുന്ന v2 സ്ക്വയർ ഡിവൈഡ് ബൈ 2g മൈനസ് v1 സ്ക്വയർ ഡിവൈഡ് ബൈ 2g എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വരുന്നു. അപ്പൊ ഇതിനകത്ത് നിന്ന് എന്താണ് ഈ 2g നമുക്ക് രണ്ട് ടേമിലും ഉണ്ട്. സോ ഈ 2gനെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇവിടുന്ന് നേരെ h ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2g ഇൻറ്റു h ഈസ് ഈക്വൽ ടു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്ന് പറഞ്ഞു വന്നു. ഇതിനകത്തുനിന്ന് v2നെ നമുക്ക് ഒരു സൈഡിലോട്ട് കൊണ്ട് നിർത്തുക. ദെൻ v2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് 2gh പ്ലസ് v1 സ്ക്വയർ എന്ന് പറയും. അപ്പൊ നമ്മൾ v2 എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, അതിന്റെ റൂട്ട് നമ്മൾ എടുക്കണം. അതാണ് v2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh പ്ലസ് v1 സ്ക്വയർ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. Now section 2 is that the vena contracta and A2 represents the area at the vena contracta if A naught is the area of a orifice. അപ്പൊ നമുക്കറിയാം, നമുക്കിവിടെ അറിയാവുന്ന ഡയമീറ്റർ അല്ലെങ്കിൽ അറിയാവുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ ഈ പൈപ്പിന്റെ ഡയമീറ്റർ നമുക്കറിയാം. അത് ക്വസ്റ്റിന് നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പൈപ്പിന്റെ ഡയമീറ്റർ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒറിഫീസ് മീറ്ററിന്റെ ആ ഒരു ചെറിയ ഹോളിന്റെ ഡയമീറ്റർ, അതുവഴി നമുക്ക് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഈ ഒറിഫീസ് മീറ്റർ ഇവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഫ്ലോയുടെ ഷേപ്പിന് ഒരു വ്യത്യാസം വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു വെള്ളം എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു വെഞ്ചുറി മീറ്ററിന്റെ ഈ ഒരു ഷേപ്പിൽ, ഈ ഡോട്ടഡ് ലൈൻ കാണുന്ന ആ ഒരു ഷേപ്പിലേക്ക് എന്ത് സംഭവിച്ചു, ആ ഫ്ലോയ് മാറാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ മാറിയ സമയത്ത് ഒരു പോർഷനിൽ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേനും അതിന്റെ ഏരിയ വളരെ കുറയും. അവിടുത്തെ വെലോസിറ്റി അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പോർഷന് പറയുന്ന പേരാണ് വീന കോൺട്രാക്ട് എന്നുള്ളത്. ഏറ്റവും മിനിമം ഏരിയയിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാകുന്ന ഒരു പോയിന്റ്. പക്ഷെ ആ പോയിന്റ് നമുക്കറിയത്തില്ല, അവിടുത്തെ ഏരിയ നമുക്കറിയത്തില്ല. കാരണം അവിടെ വെള്ളം ഒഴുകുന്നതിന്റെ പാസേജിൽ ഉണ്ടായ ഒരു പ്രതിഭാസം മാത്രമാണ്. അപ്പൊ അവിടുത്തെ ഏരിയ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കണ്ടുപിടിക്കാനായിട്ട് അറിയത്തില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന ഏരിയകൾ ഏതാണ്? പൈപ്പിന്റെ ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒറിഫീസ് മീറ്റർ ഇരിക്കുന്ന ഇവിടുത്തെ ഏരിയയും നമുക്കറിയാം. എ നോട്ട് എന്ന് പറയുന്ന പോർഷൻ അതിനെ നമുക്കറിയാം. അതിനെ നമ്മൾ ഒറിഫീസ് മീറ്ററിനെ നമ്മൾ അതിന്റെ ഏരിയനെ നമ്മൾ എ നോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് ഈ A2ന്റെ ഏരിയ നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെ നമ്മളൊരു കോൺസ്റ്റന്റ് ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മീൻസ് ആ കോൺസ്റ്റന്റ് ടേം ആണ് CC എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ആണ്. ആ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവായിരിക്കും, A2 ഡിവൈഡഡ് ബൈ എ നോട്ട് എന്നാണ് നമ്മൾ, അതായത് ആ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത് A2 ഡിവൈഡഡ് ബൈ എ നോട്ട്. അപ്പൊ A2 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഏരിയ ഉണ്ടാകുന്ന സ്ഥലമാണ്. എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒറിഫീസ് മീറ്ററിന്റെ ഏരിയ ആണ്. സോ നമുക്ക് ആ ഇക്വേഷനകത്ത് നിന്ന് ഒറിഫീസ് മീറ്ററിന്റെ ഏരിയ നമുക്കറിയാം, എ നോട്ട് അറിയാം, CC നമുക്ക് ക്വസ്റ്റ്യൻ തരും. ഈ രണ്ട് സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ട്യൂബിലെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ദെൻ നമ്മൾ വരുന്നു, എന്താണ്, A2 ഈസ് ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു CC. തൊട്ട് പുറകത്തെ ഇക്വേഷനിൽ നമ്മളത് കൊണ്ടുവന്നു. അത് നമ്മളിവിടെ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, A2 നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്നുള്ളതാണ്. സോ ഇവിടെ ഈ A2 എന്നുള്ളിടത്ത് നമ്മൾ ഈ എ നോട്ട് ഇൻറ്റു CC എന്ന് പറഞ്ഞു കൊടുക്കും. സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് A1 V1 ഈസ് ഈക്വൽ ടു എന്ത് വരും, A2ന്റെ സ്ഥാനത്ത് എ നോട്ട് CC ഇൻറ്റു V2 വരും. അതിനകത്തുനിന്ന് V1 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, V1 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണ്, A2 V2 ഡിവൈഡഡ് ബൈ A1 ആണ്. സോ നമ്മൾ A2ന്റെ സ്ഥാനത്ത് നമ്മൾ എ നോട്ട് CC എന്ന് കൊടുത്തു. സോ ദെൻ എ നോട്ട് CC ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു V2 എന്ന് വരുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ വാല്യൂ V2 എന്ന് പറയുന്ന ആ വാല്യൂവിൽ നമ്മൾ റൂട്ട് ഓഫ് 2gh, നമുക്കറിയാം തൊട്ട് പുറകിൽ വന്നിരിക്കുന്ന ഇക്വേഷൻ ദാണ്ട് ഇവിടെ നോക്ക്, V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh പ്ലസ് V1 സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ V1 സ്ക്വയറിന്റെ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. V1 സ്ക്വയറിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഇതാണ്, V1 ഈസ് ഈക്വൽ ടു എ നോട്ട് CC ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു A2 ആണ്. അവിടെ V1 സ്ക്വയറിന്റെ സ്ഥാനത്തോട്ട് ഈ ടേം അതേപോലെ നമ്മൾ കൊടുക്കുന്നു. ദെൻ റൂട്ട് ഓഫ് 2gh പ്ലസ് എ നോട്ട് സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ ആണ്. സോ നമ്മൾ അതിൽ നിന്നിട്ട് എന്താണ്, V2 സ്ക്വയർ എടുക്കുന്നു. V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് മാറ്റുന്നു. അപ്പൊ നമുക്ക് ഇത് കിട്ടും, 2gh പ്ലസ് എ നോട്ട് ഡിവൈഡഡ് ബൈ A1 ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടുന്നു. സോ അതിനകത്തുനിന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 മൈനസ് എ നോട്ട് ഡിവൈഡഡ് ബൈ A1 ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ V2നെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. V2നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടൈമിൽ നമ്മൾ V2 കോമൺ ആയിട്ട് എടുത്തിരിക്കും.
തൊട്ട് പുറകത്തെ വീഡിയോയിൽ ചെറിയൊരു ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് V2 സ്ക്വയറിന് നമ്മൾ V2 ന്ന് അതിന്റെ റൂട്ട് എടുക്കുന്നു. ദെൻ V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ എന്ന് പറയുന്ന ടേമാണ്. അതിൽ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Q ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു A2. സോ നമ്മൾ ഏരിയ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കണ്ടീഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ V2 ഇൻറ്റു A2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സോ ഇതിൽ V2 എന്ന് പറയുന്ന ഈ ഒരു ടേം ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. ദെൻ എന്താണ് V2 ഈ ടേം ആണ്. സോ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ A2 നമ്മൾ തൊട്ട് പുറകെ കണ്ടുപിടിച്ചിട്ടുണ്ട്. A0 ഇൻറ്റു CC ആണ്. സോ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? A0 ഇൻറ്റു CC ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ഡിവൈഡഡ് ബൈ A1 ഇത് ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ഇതാണ് നമ്മുടെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാണ്ടെ CD എന്ന് പറയുന്ന വാല്യൂ, CD ഈ ഒരു ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. മീൻസ് CD ഈസ് ഈക്വൽ ടു CC ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A01 by A1 is the whole square divided by root of 1 minus A0 divided by A1 is the whole square into CC square ആണ്. നമ്മുടെ തൊട്ട് പുറകിലുള്ള ഈ എക്സ്പ്രഷനെയൊക്കെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ടേമാണ്. സോ CDയുടെ വാല്യൂ ഇതാണ്. ദെൻ നമ്മളിവിടെ ദാണ്ടെ ദാണ്ടെ ഈ CDയുടെ സ്ഥാനത്ത് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ CCയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? CDയുടെ വാല്യൂ ഇതാണ്. അപ്പൊ അതിനകത്ത് CC ഉണ്ട്. ദെൻ CC നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ എന്തായിരിക്കും? CD ഇൻറ്റു റൂട്ട് ഓഫ് 1 minus A0 divided by A1 is the whole square into CC square divided by root of 1 minus A0 minus A1 ഇത് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേമാണ്. അതിൽ നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ നമുക്ക് തൊട്ട് പുറകെ വന്ന് നിൽപ്പുണ്ട്. ഇതിനകത്ത് ഈ CC എന്ന് പറയുന്നിടത്ത് മാത്രം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അതിനാണ് നമ്മളിവിടെ CCയുടെ വാല്യൂ എന്താണ്? CD ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 divided by A1 is the whole square into CC square divided by root of 1 minus A0 divided by A1 is the whole square എന്ന് പറയുന്ന ടേമാണ്. അതിനെ നമ്മൾ നേരെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ CC എന്ന് പറയുന്ന സ്ഥാനത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു CD ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 divided by A1 the whole square into CC square divided by root of 1 minus A0 divided by A1 square into root of 2GH divided by root of 1 minus A0 divided by A1 square into CC square എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വരുന്നു. സോ ഇതിനകത്തുനിന്ന് ജസ്റ്റ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫൈനൽ ഇക്വേഷൻ, നിങ്ങൾക്ക് ഇത്രയും ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? CD ഇൻറ്റു A0 ഇൻറ്റു A1 ഇൻറ്റു റൂട്ട് ഓഫ് 2GH ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. ഇതിൽ A1 എന്ന് പറയുന്നത് പൈപ്പിന്റെ ഏരിയ ആണ്. A0 എന്ന് പറയുന്നത് ഒറിഫീസ് മീറ്ററിന്റെ ഏരിയ ആണ്. അതുപോലെ തന്നെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ്. അത് നമുക്ക് ലിക്വിഡ് റൈസിലൂടെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ ബാക്കി ഇതൊക്കെ നമുക്ക് A1 A0 എല്ലാം നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. നമ്മുടെ ഇത് ഒറിഫീസ് മീറ്ററിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് പ്രോബ്ലം അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.